നമസ്കാരം. സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഏറെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. മഞ്ഞപ്പട വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ശില്പി മറ്റാരുമല്ല, മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ തന്നെ. സഞ്ജുവിന്റെ ബാറ്റിംഗ് കരുത്തിനെക്കുറിച്ചും അദ്ദേഹം ക്രീസിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെക്കുറിച്ചും മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ നടത്തിയ നിരീക്ഷണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. CSK വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സഞ്ജു സാംസൺ അതിമനോഹരമായാണ് ബാറ്റു ചെയ്തത് എന്നു തുടങ്ങുന്ന പഠാന്റെ വാക്കുകളിൽ സഞ്ജു എന്ന ബാറ്ററുടെ പക്വതയും പോരാട്ട വീര്യവുമാണ് നിഴലിക്കുന്നത്. ഈ ഇന്നിംഗ്സിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിൽ ചെന്നൈയുടെ ഓപ്പണിംഗ് ജോഡികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡ് ഒരു വശത്ത് വളരെ കരുതലോടെയാണ് കോഷ്യസ് ബാറ്റു വീശിയത്. ഇർഫാൻ പഠാൻ നിരീക്ഷിച്ചതുപോലെ പവർ പ്ലേ ഓവറുകളിൽ ഋതുരാജ് പതിയെ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും റൺ റേറ്റ് ഉയർത്താനുള്ള സമ്മർദ്ദം സഞ്ജുവിന്റെ ചുമലിലായി. സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പല ബാറ്റർമാരും അനാവശ്യ ഷോട്ടുകൾക്ക് മുതിർന്ന് വിക്കറ്റ് കളയാറുണ്ട്. എന്നാൽ ഇവിടെയാണ് നാം ഒരു പുതിയ സഞ്ജുവിനെ കണ്ടത്. സമ്മർദ്ദത്തിന് കീഴ്പ്പെടാതെ കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്തി അദ്ദേഹം സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ഇർഫാൻ പഠാൻ പറഞ്ഞതുപോലെ മറുവശത്ത് സഞ്ജു കൃത്യമായ ഇടവേളകളിൽ വലിയ ഷോട്ടുകൾ കളിച്ചുകൊണ്ടിരുന്നു എന്നത് ചെന്നൈയെ മത്സരത്തിന് മുൻതൂക്കം നൽകാൻ സഹായിച്ചു. ക്രിക്കറ്റ് ലോകം സഞ്ജുവിനെക്കുറിച്ച് എന്നും പറയുന്നൊരു കാര്യമുണ്ട്: അദ്ദേഹം ഫോമിലായാൽ പിന്നെ തടയുക അസാധ്യമാണ്. ഇർഫാൻ പഠാനും ഇതേ അടിവരയിട്ട് പറയുന്നു. സഞ്ജു റൺസ് കണ്ടെത്തുമ്പോൾ അത് വലിയ സ്കോറുകളായി മാറാറുണ്ട്. സഞ്ജു സാംസൺ 20-30 റൺസ് എടുത്ത് പുറത്താകുന്ന കളിക്കാരനല്ല. ഒരിക്കൽ അദ്ദേഹം ക്രീസിൽ സെറ്റായാൽ അത് സെഞ്ചുറിയിലോ അല്ലെങ്കിൽ അതിനടുത്തോ എത്തുന്ന വമ്പൻ പ്രകടനമായി മാറും. ഡൽഹിക്കെതിരെ നാം കണ്ടതും അതുതന്നെയാണ്. തന്റെ സ്വതസിദ്ധമായ ക്ലാസിക് ഷോട്ടുകൾക്കൊപ്പം പവർ ഹിറ്റിംഗും സമന്വയിപ്പിച്ചപ്പോൾ പിറന്നത് മഞ്ഞക്കുപ്പായത്തിലെ സഞ്ജുവിന്റെ ആദ്യ സെഞ്ചുറിയാണ്. തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ചെന്നൈ ആരാധകർ അല്പം നിരാശയിലായി. എന്നാൽ സഞ്ജുവിന്റെ ഈ പ്രകടനം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇർഫാൻ പഠാൻ പറഞ്ഞതുപോലെ ചെന്നൈ ആരാധകർ ഇപ്പോൾ ഏറെ സന്തോഷിക്കുന്നത് സഞ്ജു എന്ന മാച്ച് വിന്നർ തന്റെ പൂർണ്ണ ഫോമിലേക്ക് തിരിച്ചെത്തിയതിനാലാണ്. ചെന്നൈ ടീമിന് പവർ പ്ലേയിൽ ഒരു എക്സ് ഫാക്ടർ ആവശ്യമായിരുന്നു. സഞ്ജു ആ വിടവ് നികത്തിയിരിക്കുന്നു. ഋതുരാജ് തന്റെ സ്വാഭാവികമായ ശൈലിയിൽ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സഞ്ജു മറുവശത്ത് വെടിക്കെട്ട് തീർക്കുന്നത് എതിർ ടീമുകളുടെ തന്ത്രങ്ങളെ തകർക്കാൻ പര്യാപ്തമാണ്. മുൻകാലങ്ങളിൽ സഞ്ജുവിന്റെ കൺസിസ്റ്റൻസിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവർ പോലും ഇപ്പോൾ അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. ഇർഫാൻ പഠാന്റെ വെൽ ഡൺ സഞ്ജു എന്ന വാക്കുകൾ വെറുമൊരു അഭിനന്ദനമല്ല, മറിച്ച് സഞ്ജു എന്ന താരത്തിന്റെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണ്. T20 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം IPLലും സഞ്ജു തന്റെ ആധിപത്യം തുടരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനും ശുഭസൂചനയാണ്. ഈ സെഞ്ചുറി സഞ്ജുവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇർഫാൻ പഠാൻ നിരീക്ഷിച്ചതുപോലെ സഞ്ജു വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ തുടങ്ങിയാൽ അത് ചെന്നൈയെ 6ാം കിരീടത്തിലേക്ക് നയിക്കാൻ സഹായിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുമോ? സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സഞ്ജു സാംസൺ വാർത്തകൾക്കും ക്രിക്കറ്റ് വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.